ഹലോ, നിങ്ങളൊക്കെ മണിപ്പുട്ട് എന്ന് കേട്ടിട്ടുണ്ടോ? എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് നമുക്ക് സ്പെഷ്യൽ ഒക്കേഷനിലൊരു സന്തോഷവും ഒക്കെ സ്കൂൾ പൂട്ടിയ സമയത്തൊക്കെ ഉണ്ടാക്കുന്നതാണ് മണിപ്പുട്ട്. ഇന്ന് നമുക്ക് മണിപ്പുട്ട് ഉണ്ടാക്കാം. ഇതിന് കാര്യമായിട്ട് വേറെ ഒന്നും വേണ്ട. വറുത്ത് പൊടിച്ച പുട്ടിൻ്റെ പൊടി, അത് പുഴുങ്ങലരിയായാലും പച്ചരിയായാലും ഒന്നും കുഴപ്പമില്ല. അതിൽ നമ്മൾ പത്തിരിക്ക് കുഴക്കുന്നത് പോലെ ആവശ്യത്തിന് ഉപ്പിട്ട് ചൂടുവെള്ളത്തിൽ കുഴച്ച് വയ്ക്കുക. പത്തിരിക്ക് പൊറോട്ടയ്ക്കൊക്കെ കുഴക്കുന്നത് പോലെ. അപ്പോൾ അത് ചൂടുവെള്ളം ഒഴിച്ച് ആദ്യം സ്പൂൺ കൊണ്ട് എല്ലാവിടെയും മിക്സ് ചെയ്ത് വെച്ച് ചൂടുവെള്ളം എല്ലാവിടെയും തട്ടത്തക്ക വിധത്തിലാക്കി വെച്ച് അല്പം കൂടി ഒരു കുഴഞ്ഞു വരാൻ വെള്ളം ആവശ്യമുണ്ടാകും. അതും കൂടി ഒഴിച്ച് നന്നായി ഇത് മൂടി വയ്ക്കുക. കുഴച്ച് സ്പൂൺ കൊണ്ട് കുഴച്ചാൽ മതി. ഇനി തണിഞ്ഞിട്ട് കൈകൊണ്ട് കുഴച്ച് മാറ്റി വയ്ക്കാം. തേങ്ങയൊന്നും ചേർക്കരുത്. വെറും ഉപ്പ് മാത്രം ചൂടുവെള്ളം ചേർത്ത് ഇതിങ്ങനെ നന്നായി കുഴച്ച് വെക്കണം. അങ്ങനെ അത് ചൂട് തണിയാൻ വേണ്ടിയിട്ട് സ്പൂൺ കൊണ്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചൂട് തണിഞ്ഞതിന് ശേഷം നമുക്കിത് കൈകൊണ്ട് നന്നായി കുഴച്ച് നല്ല സോഫ്റ്റാക്കി എടുക്കാം, പത്തിരിക്കൊക്കെ കുഴക്കുന്നത് പോലെ. അങ്ങനെ അത് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി പുട്ടിൻ്റെ സാധാരണ ഞാൻ ചിരട്ടപ്പുട്ടിൻ്റെതാണ്, ഇതിലാണ് ചെയ്യേണ്ടത്. കുറ്റിപ്പുട്ടിൽ ഒരിക്കലും ഇത് ചെയ്യരുത്. ഒരുപാട് അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല, ചിലപ്പോൾ കിട്ടുമായിരിക്കും. അപ്പോൾ അതിൻ്റെ പുട്ടിൻ്റെ ചില്ല് വെച്ച് അടിയിൽ സാധാരണ പുട്ട് ചുടുന്നത് പോലെ അല്പം തേങ്ങയും ഇട്ട് ഇനി ഈ കുഴച്ച് വെച്ചതിൽ നിന്ന് ഓരോ ചെറിയ മണികളായി ഇങ്ങനെ നുള്ളിയെടുത്ത് അത് ചെറിയ കയ്യിൽ വെച്ച് ചെറിയ നീളത്തിൽ ഇങ്ങനെ ഉരുട്ടി ഇടുക. ഉരുണ്ടിട്ട് മണിമണികളായിട്ട് ഇതുവരെ എടുത്തിട്ടില്ല. എങ്ങനെയായിരിക്കും കൂടുതൽ ടേസ്റ്റ് എന്ന് തോന്നുന്നു. പണ്ടേ നമ്മൾ വീട്ടിൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് പശുവിനെയും പഞ്ചസാരയും ഇട്ട് കഴിക്കാനും. പിന്നെ കടല, ചെറുപയർ, ചിക്കൻ കറി, മീൻ കറിയൊക്കെ കൂട്ടിക്കഴിക്കാൻ വളരെ രുചികരമാണ് ഈ മണിപ്പുട്ട്. അങ്ങനെ ഇത് ഒരു അട്ടി ആക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ ഒരല്പം തേങ്ങ ചിരവി ചെയ്തിട്ട് വീണ്ടും ഇത് രണ്ട് പ്രാവശ്യം ഇടേണ്ടി വരും. അത് നന്നായി ഇങ്ങനെ കൈകൊണ്ട് ഉരുട്ടി അപ്പാടിടാനേ ഒരു ബുദ്ധിമുട്ടൊന്നുമല്ല, പെട്ടെന്ന് കഴിയും. അപ്പോൾ അത് കുറച്ചായാൽ അതിൻ്റെ മുകളിൽ അല്പം തേങ്ങ ഇട്ട് കൊടുക്കണം. അത് കൂടുതലായാൽ ഒരുമിച്ച് പറ്റിപ്പോകും. അതിന് വേണ്ടിയിട്ടാണ് ഇടയ്ക്കൊരു തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ അതും ഇട്ട് പിന്നെ കുറച്ചുകൂടി നിറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ കൂടി തേങ്ങയിട്ട് വീണ്ടും മുകളിൽ ഇതേപോലെ തന്നെ നീളത്തിൽ ഉരുട്ടി ഇട്ട് നമ്മുടെ മണിപ്പുട്ട് റെഡിയാക്കാം. അങ്ങനെ ഇത് ചെറുപ്പത്തിലൊക്കെ നമുക്ക് സാധാരണ പുട്ട് കഴിച്ച് മടുത്താലൊക്കെ ഇത് ഉണ്ടാക്കി തന്നാൽ വളരെ ഇഷ്ടത്തോടെ എല്ലാവരും കഴിക്കും. അതിനാണ് അന്ന് കണ്ടുപിടിച്ചതാണ് ഈ മണിപ്പുട്ട്. അങ്ങനെ ഇത് സാധാരണ പുട്ടിൻ്റെ പാനിയിൽ വെച്ച് ആവി വരുന്നു, പുട്ട് ചുടുന്നത് പോലെ തന്നെ ഒരുവിധം നല്ല ആവി വന്നു കഴിഞ്ഞാൽ അത് നമുക്കൊന്ന് മൂടി വെച്ച് ഒന്നുകൂടി വേവിച്ച് നമുക്ക് ചിരട്ടപ്പുട്ട് റെഡിയാക്കാം. അങ്ങനെ പുട്ട് നന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് കമഴ്ത്തിയിടാം. ഇത് നല്ല ചിരട്ടപ്പുട്ട് നല്ല സോഫ്റ്റായിരിക്കും. ഇത് ചിക്കൻ കറി, മീൻ കറിയൊക്കെ കൂട്ടി കഴിക്കാൻ വളരെ രുചികരമായിരിക്കും. ഇന്ന് ഇവിടെ കറിയൊന്നുമില്ല. അപ്പോൾ നെയ്യും പഞ്ചസാരയും തന്നെയാണ് ഇന്നിവിടെ ഇടുന്നത്. അങ്ങനെ നെയ്യും പഞ്ചസാരയും ഇട്ട് നമ്മുടെ പുട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾ വീട്ടിൽ ഇതൊന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഇഷ്ടപ്പെടും. പുട്ട് കുഴച്ചിങ്ങനെ ബുദ്ധിമുട്ടണ്ട. ഇതാകുമ്പോൾ ഈ പഞ്ചസാരയും നെയ്യും ഇങ്ങനെ മിക്സ് ചെയ്ത് സ്പൂണ് കൊണ്ട് വെറുതെ കോരി കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നിങ്ങൾ ആക്കിയിട്ടില്ലെങ്കിൽ ആക്കി നോക്കുക. ഇനി ഇതിൻ്റെ കുഴച്ച ബാക്കി കൂട്ടുണ്ട്. അതിനെക്കൊണ്ട് ഒരു അരി റൊട്ടി എന്നാണ് നമ്മളിവിടെ കണ്ണൂരൊക്കെ പറയുക. ഒറോട്ടി എന്നൊന്നും അധികം പറയാറില്ല, നമ്മളെപ്പോഴും റൊട്ടി ഇതാണ് പറയുക. അപ്പോൾ ദോശക്കല്ലുമ്മേൽ ചുടേണ്ട വിധമാക്കാം. അപ്പോൾ ദോശക്കല്ല് ചൂടായിപ്പോയെങ്കിൽ, ദോശ ചുടുമ്പോഴും റൊട്ടി ചുടുമ്പോഴൊക്കെ ചൂടായിപ്പോയെങ്കിൽ അതിൻ്റെ മുകളിൽ അല്പം ആദ്യം വെള്ളം കുടഞ്ഞു കൊടുക്കണം. വെള്ളം കുടഞ്ഞു കൊടുത്താൽ ആ ദോശക്കല്ലൊന്ന് തണുക്കും. പിന്നെ നമ്മൾ ദോശ ചുടുമ്പോൾ ചൂടധികമായപ്പോൾ ചിലപ്പോൾ ദോശ ചുടുമ്പോൾ അതിങ്ങനെ കൂടെ തന്നെ വരും, ദോശ പരന്ന് വരാതെ. അതുകൊണ്ട് അങ്ങനെ കല്ല് ചൂടായി പോയിട്ടുണ്ടെങ്കിൽ ഒരല്പം വെള്ളം കുടിഞ്ഞതിന് ശേഷം നെയ്യോ എള്ളെണ്ണയോ എന്താണെന്ന് വെച്ചാൽ അതിട്ട് ദോശ ചുടുക. ഇതിപ്പോൾ ഞാൻ റൊട്ടിയാണ് ചുടുന്നത്. അത് നല്ല കട്ടിയിൽ ഇങ്ങനെ നമ്മൾ കുഴച്ച് വെച്ച ഈ പത്തിരിയുടെ പുട്ടിൻ്റെ മാവ് തന്നെയാണ് ചൂടുവെള്ളത്തിൽ കുഴച്ച് വെച്ചത്. അത് നല്ല വട്ടത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്.
എന്നിട്ട് മുകളിൽ ഒരല്പം നെയ്യ് വേണമെന്നില്ല, എന്തെന്നായാലും. വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അങ്ങനെ അത് ഒരു മേൽഭാഗം തൂവി കൊടുത്തിട്ട് ഇത് മറിച്ചിട്ടെടുത്ത് ചെറിയ തീയിൽ നന്നായി മൊരിച്ചെടുക്കണം. ഇത് മൊരിച്ചെടുക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അല്പം കളറ് കുറയ്ക്കാം. അങ്ങനെ നമ്മുടെ അരി റൊട്ടിയും ആയിട്ടുണ്ട്. ഇതിനും നെയ്യും പഞ്ചസാര, ഇത് നെയ്യ് ഇപ്പോഴിടുന്നില്ല, നേരത്തെ നെയ്യ് ഇട്ടതുകൊണ്ട് പഞ്ചസാര മാത്രമേ ഇടുന്നുള്ളൂ. ഇതും ചിക്കൻ കറിയും മീൻ കറിയും ഒക്കെ കൂട്ടി വളരെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.